പതിവ് പോലെ ആടിനെ പുല്ല് മുറിക്കാൻ തോട്ടത്തിൽ പോയതാണേ. ഞങ്ങളുടെ തോട്ടമല്ല കേട്ടോ, കണ്ടവരുടെ തോട്ടമാണ്. പുല്ല് മുറിക്കാൻ വരുന്നതാണ് ഇവിടെ. അപ്പോൾ കണ്ടതേണ്ടേ ഒരു നെല്ലിമരം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ നെല്ലിക്കയൊക്കെ കിട്ടാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. കാരണം അന്നൊന്നും ഇതുപോലെയൊന്നും എങ്ങും കണ്ടിട്ടില്ല. വല്ലയിടത്തു നിന്നൊക്കെ കിട്ടിയ ഒന്നോ രണ്ടോ കിട്ടും, കൊതിതീരെ തിന്നാനൊന്നും കാണത്തില്ല. പക്ഷേ ഇപ്പോൾ കൊതിതീരെ തിന്നാനുള്ളപ്പോൾ വേണ്ട തിന്നാൻ. തിന്നുന്ന ഒരു മനസ്സൊക്കെ അങ്ങ് പോയില്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് അരിനെല്ലിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ ഇത് ഇവിടെ ആരും അങ്ങനെ അധികം ഒന്നും ഉപ്പിലിട്ടും അച്ചാറിട്ടും ഒന്നും തിന്നാറില്ല കേട്ടോ. വെറുതെയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ തിന്നാലായി. ചില കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ, അല്ലാതെ വലിയ ആൾക്കാരൊന്നും ഇത് വലുതായിട്ട് വില കൊടുക്കത്തില്ല. അപ്പോൾ ഞാനിത് കിട്ടുമ്പോഴൊക്കെ കൊണ്ടുപോയി ഉപ്പിലിട്ട് വയ്ക്കും കേട്ടോ. മോള് തിന്നും, അത് കാരണം കൊണ്ടുപോയി ഉപ്പിലിട്ട് വയ്ക്കും. ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മരമാണ്, എല്ലാം കൈ എത്തിയാൽ കിട്ടും. ഒരു ചാക്ക് കൊണ്ട് വെച്ചിട്ട് ചുമ്മാ കൈ വെച്ച് തട്ടിയാൽ മതി, നിറച്ച് വീഴും. എല്ലാം കൈ എത്തുന്ന, അതായത് നമ്മുടെ കൈ എത്തണ്ട, ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പറിക്കാൻ പാകത്തിന് അത്രയ്ക്ക് നിൽക്കുവാണേ. ഇഷ്ടം പോലെയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ കുറേ പറിച്ചുകൊണ്ട് ഉപ്പിലിട്ടായിരുന്നേ, അച്ചാറും ഇട്ടായിരുന്നു. ഇത്തവണയും കുറച്ച് പറിക്കണം. ഇനിയും പാകമായിട്ടില്ല, കുറച്ചും കൂടിയൊക്കെ മൂക്കാനുണ്ട്. ഒരാഴ്ച കൂടെയൊക്കെ കഴിഞ്ഞാൽ പഴുത്തു തുടങ്ങും. പിന്നെ ഒരാഴ്ചത്തേക്കകം എല്ലാം പൊഴിഞ്ഞും തീരുവേ. അപ്പോൾ ഈ വീട്ടുകാർ പറിക്കാറൊന്നുമില്ല കേട്ടോ. വീട്ടുകാർക്ക് ഇതൊന്നും വലിയ താല്പര്യമുള്ളതല്ല. അപ്പോൾ അവർ പറയും പറിച്ചുകൊണ്ട് പൊക്കോളാൻ പറയും, ഒരാഴ്ച കൂടെ കഴിയട്ടെ.